ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ ഇത് ഇങ്ങനെ ഇരിക്കും. മൊത്തം ഐസും മാറാതെ മീൻ വറുക്കാൻ നോക്കിയതാണ്. മീനെല്ലാം പൊടിഞ്ഞു പോയി. പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തേ. ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറിയാൽ ദേ ഇവനെ ഇങ്ങനെ ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കണം. പിന്നെ അവനെ കഥയൊക്കെ പറഞ്ഞ് അവനെ ഞാൻ സന്തോഷിപ്പിക്കണം. എന്തായാലും ഞങ്ങളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു മീനെ വാങ്ങിച്ചു. ക്ലൈഡൂട്ടിന് ഇപ്പോൾ ഫുൾ അതിൻ്റെ പുറകെയാണ് കേട്ടോ. പ്രത്യേകം ഫെസ്റ്റും പറഞ്ഞു 2 ആഴ്ച അല്ല ഒരാഴ്ച 2 തവണയൊക്കെ ഫുഡ് കൊടുക്കാമെന്ന്. പക്ഷേ ഇതിങ്ങനെ തന്നെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിപ്പ് കൂടുന്നുണ്ട്. ഫേസിൽ അതിൻ്റേതായ ആ ഒരു ഡിഫറൻസ് അറിയാനുണ്ട്. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് സ്കിൻ കെയറിന് വേണ്ടി. വർക്ക് ആകുവാണ് വീഡിയോ. ഇതെൻ്റെ ചെറിയൊരു വർക്ക് സ്പേസ് ആണ്. ഇതിപ്പം ആകെപ്പാടെ കുളമായിട്ട് കിടക്കുകയാണ്. എനിക്ക് ഇടയ്ക്ക് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് ഇതിന് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്നില്ല. അപ്പോൾ ഇലയൊക്കെ വാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ആ ഒരു വർക്ക് സ്പേസ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. എൻ്റെ ഫോട്ടോ കണ്ടോ ഒരു ബികോം ഒക്കെ പഠിച്ച സമയത്ത് കേട്ടോ. എന്ത് ഡിഫറൻസ് അല്ലേ ഇപ്പോൾ ഫേസിൽ വന്നേക്കുന്നത്. ഞാൻ പെട്ടെന്ന് ആ ഒരു സ്ഥലമൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ പിള്ളേരുള്ള വീട്ടിലറിയാലോ ഇതായിരിക്കും അവസ്ഥ. ഫുള്ളൊന്നും നമുക്ക് എപ്പോഴും വൃത്തിക്കൊന്നും ഇടാൻ പറ്റത്തില്ല. ഇവൻ ഇതിലെ എല്ലാ സാധനങ്ങളൊക്കെ വലിച്ചെറിയും കേട്ടോ. രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് നേരത്തെ കഴിച്ച് സംതൃപ്തി അടഞ്ഞു.